ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവർകൾ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹാബാദികൾ, അസ്സലാമു അലൈക്കും. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്മരണകൾ അയവിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക നേതാവ് എന്ന വിഷയത്തിൽ രണ്ട് വാക്കുകൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലോക ചരിത്രത്തിലേക്ക് കണ്ണേടിച്ചാൽ രാഷ്ട്ര നേതാക്കൾ, സമര നേതാക്കൾ, ആത്മീയ തുടങ്ങിയ ഒട്ടനവധി നേതൃത്വ നിലകളെ കാണാൻ സാധിക്കും. എന്നാൽ അറിയപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവിന് ലോക നേതാവ് എന്ന വിശേഷണം നൽകിയതായി കേട്ടിട്ടില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് മഹാനവർകൾ ലോക നേതാവ് എന്ന് വിളിക്കപ്പെടുന്നു? നേതാവ് എന്നാൽ ആരാണ്? ചുരുക്കി പറയുകയാണെങ്കിൽ ഏതൊരാൾ ആരെയും പിന്തുടരുക അയാളാണ് നേതാവ്. ഒരു മനുഷ്യ പ്രവേശിക്കാൻ സാധ്യതയുള്ള എല്ലാ മേഖലയും പിൻപറ്റാവുന്ന ചരിത്രത്തിലെ ഏക വ്യക്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേതാവെന്ന നിലയിൽ സാധാരണ കേൾക്കാറുള്ള പദങ്ങളാണ് ദ്രവിഡാളി നേതാവ്, വനിത വിമോചന നേതാവ്, കറുത്തവല്ലി നേതാവ്, ആത്മീയ നേതാവ്, സമര നേതാവ് തുടങ്ങിയ മുഴുവൻ മേഖലയും സ്വർണ്ണമായി പിൻപറ്റാവുന്ന ചരിത്രത്തിലെ ഏക വ്യക്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശദീകരിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കി പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അനുഗ്രഹീയമായ ദിവസത്തിൽ മുത്ത് ഹബീബിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി കൂടിയാണ് റസൂലിനെ നിയോഗിക്കപ്പെട്ടത്. പ്രശംസനീയമായ വ്യക്തിത്വവും സൽസ്വഭാവത്തിന്റെ ഉടമയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല നമ്മുടെ നല്ലൊരു കുടുംബനാഥനും കൂടിയായിരുന്നു. വീട്ടിലെ ജോലികൾ റസൂൽ ചെയ്യാമാറായിരുന്നു. സ്വന്തം വസ്ത്രം അലുക്കുകയും ആട്ടിനെ കറുക്കുകയും വസ്ത്രം തുന്നുകയും എല്ലാ റസൂൽ സ്വയം ചെയ്യുമാറായിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെങ്കിലും വല്ലതും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അവിടുന്ന് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. റസൂൽ അങ്ങേയറ്റം ലജ്ജാശീലനും കമാശീലനുമായിരുന്നു. എല്ലാ ജനങ്ങളോടും അങ്ങേയറ്റം കാരുണ്യവും വാത്സല്യവും സ്നേഹവും കൃപയും ഏറ്റത് കൂടിയതായിരുന്നു റസൂൽ. യുദ്ധത്തിൽ കിടന്നു കുഴിക്കുമ്പോൾ മറ്റുള്ള സഹാബാക്കളോടൊപ്പം അവിടുന്ന് പണിയെടുത്തു. ദാരിദ്ര്യത്തിന്റെ കഠിനം കൊണ്ട് വിശപ്പ് സഹിക്കാനാവാതെ വയറ്റിൽ കല്ല് കെട്ടി വെച്ച റസൂൽ പണിയെടുത്തത്. യാ അല്ലാഹ്, ലോകത്തിന്റെ നേതാവായ റസൂലിന്റെ ജീവിതം ഇത്രമാത്രം പ്രയാസം നിറഞ്ഞതാണെങ്കിൽ സഹോദരേ, നമുക്ക് പിന്നെന്ത് ആ നബിയെ കുറിച്ച് വർണ്ണിക്കാൻ നമ്മുടെ ഈ ജീവിതമൊന്നും മതിയാവുകയില്ല. അത്രമേൽ വന്നതാധീനമായ സ്വഭാവത്തിനും സൗന്ദര്യത്തിനും ഉടമയായിരുന്നു റസൂൽ. നമ്മുടെ കൽബിൽ റസൂലിനുള്ള സ്നേഹം ഏറി വരണം. റസൂലിന്റെ യാഥാർത്ഥ്യം അഭിഗമനം ഞാൻ മരിക്കും സമയത്ത് റസൂലിന്റെ പൂവ് കണ്ട് മരിക്കാൻ നാഥനായ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.